عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أساي. അസ്സലാമു അലൈക്കും. വെള്ളി വെളിച്ചത്തിലേക്ക് സ്വാഗതം. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിർളല്ലാഹ്. ബദറിൽ ഇറങ്ങി മലക്കുകൾ യുദ്ധത്തിനായി, അവർ കൊണ്ട് തലയിൽ കെട്ടുവാഹലും പുറകിലായി. ബദറിന്റെ ധന്യസ്മൃതികളിലാണ് ലോകം. അല്ലാഹുവിന്റെ അപാരമായ സഹായങ്ങൾ കിട്ടിയ അതിമനോഹരമായ അത്യുജ്വലമായ രംഗങ്ങൾ അനുസ്മരിക്കുമ്പോൾ ഇതാ ലോകം എല്ലാവരുടെയും ചിന്തയും മനസ്സും പശ്ചിമേഷ്യയിലേക്കാണ്. യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. മരണം 1000-ലധികമാണ്. അതെ, വലിയ വലിയ ഭീകര രാജ്യങ്ങളുടെ മേധാവിത്വവും നേതൃത്വവും അവരുടെ ധാർഷ്ട്യവും ആയുധക്കച്ചവടവും എല്ലാം പ്രകടിപ്പിക്കുന്നതിൻ്റെ വൃത്തികെട്ട ഉദാഹരണങ്ങളാണ് കാണാൻ കഴിയുന്നത്. ഗൾഫ് രാജ്യത്ത് നിന്ന് ഈ സംഭാഷണം നടത്തുമ്പോൾ ഇടയ്ക്കിടെ റൂമുകളിലെ ജനൽ തുറന്ന് ചില ആളുകളൊക്കെ പുറത്തേക്ക് നോക്കുന്ന രംഗം ഓർത്തുപോകുന്നു. അതാ മുകളിലൂടെ ചീറിഞ്ഞു പാഞ്ഞു പോകുന്ന, അല്ലെങ്കിൽ അത്യുഗ്ര ശബ്ദം കേൾക്കുമ്പോഴൊക്കെ ആകാം ഈ നോട്ടം. എവിടെ എന്തൊക്കെയോ നടക്കുന്നു. മിസൈലുകൾ പതിയുന്നു, അതിനെ പ്രതിരോധിക്കുന്നു. മനുഷ്യനാശത്തോടൊപ്പം ഒരു ദിവസം നഷ്ടമാകുന്ന കോടാനുകോടി സമ്പത്ത്. എന്തിനാണ് ഈ യുദ്ധങ്ങൾ? അതെ, ഇതിൻ്റെ മാറ്റിക്കുറിക്ക് നോക്കുമ്പോൾ യൂതവിഭാഗത്തിൻ്റെ വക്രബുദ്ധിയും ഇവിടെ അവസരോചിതമായി നമുക്ക് ഓർക്കേണ്ടി വരികയാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ലതജിദന്ന അശദ്ദന്നാസി അദാവത്തൻ ലില്ലദീന ആമനൽ യഹൂദ്. പ്രവാചകരെ, വിശ്വാസികൾക്ക് ഏറ്റവും കൂടുതൽ ഉപദ്രവമേൽപ്പിക്കുന്ന ഒരു വിഭാഗം ജൂതന്മാരായിരിക്കും. ലോകം അവരെ വക്രതയുടെ, വൃത്തികേടിൻ്റെ ഒരു വിഭാഗമായിട്ടാണ് വിലയിരുത്തിയിട്ടുള്ളത്. എല്ലാ സമൂഹം ഖുർആൻ ആവർത്തിച്ച് ജൂതവക്രതയെ വിവരിക്കുമ്പോൾ ആധുനിക ലോകവും അതിൻ്റെ സാക്ഷ്യം തീർത്തായിട്ടല്ലേ നമുക്ക് ചരിത്ര വായനയിൽ നിന്ന് മനസ്സിലാകുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ബെഞ്ചമിൻ ഫ്രാങ്കൽ അമേരിക്കൻ ഐക്യനാടുകളുടെയൊക്കെ രൂപീകരണവും പ്രഖ്യാപനവും ഒക്കെ കഴിഞ്ഞ് നടത്തിയ പ്രഭാഷണത്തിൽ ജൂതന്മാരെ നരകത്തിലെ പിശാചുക്കൾ എന്നാണ് വിശേഷിപ്പിച്ചത്. അതെ, യഥാർത്ഥത്തിൽ ഇന്ന് ക്രൈസ്തവ വിഭാഗം എവിടെയൊക്കെയോ കൈകോർക്കുന്നത് കാണാം, എന്തോ ചില അവരുടെ വക്ര ലക്ഷ്യങ്ങളൊക്കെ പലരുടെയും നേടാൻ വേണ്ടി. എന്നാൽ ക്രിസ്ത്യാനിയായ ഫാക്സ് പറയുന്നത് ഈ ജൂത വിഭാഗം രാജ്യത്തിൻ്റെ സമ്പത്ത് ഊറ്റിക്കുടിക്കുന്നവർ എന്നാണ്. അവർക്കും വിശ്വാസമില്ല. ഹിറ്റ്ലറുടെ കാലം നാം കേട്ടിട്ടില്ലേ? എത്രയാ, 1000-ങ്ങളും 10,000-ങ്ങളുമാണോ ഈ ജൂത വിഭാഗത്തിൽ നിന്ന് കൊന്നെടുക്കപ്പെട്ട ഒരു സാഹചര്യം. അതെ, അവരെ അഭിശപ്ത വിഭാഗമായി, വർഗമായി ലോകം കാണുകയാണ്. അതേസമയത്ത് അവിടെയൊക്കെ ഒരു സ്നേഹത്തിന് മുഖം ഇസ്ലാം വിരിച്ചു കൊടുത്തത് ഇവിടെ എത്ര മനോഹരമായിട്ടാണ് നമുക്ക് ഓർക്കാൻ കഴിയുന്നത്. അഭയമില്ലാതെ, വീടില്ലാതെ, കുടിയില്ലാതെ, വാസസ്ഥലങ്ങളില്ലാതെ ചിന്നിച്ചെതറി നടന്ന എത്രയോ ജൂത വിഭാഗത്തിനാണ് മുസ്ലിം സമൂഹം കിടപ്പാടങ്ങൾ നൽകിയത്, ആശ്വാസം നൽകിയത്, ഭക്ഷണം നൽകിയത്. പക്ഷേ ആ ഇസ്ലാമിക ഉമ്മത്തിനോടുള്ള അവരുടെ പകയും വിദ്വേഷവും ഖുർആൻ വിവരിക്കുന്നത് പോലെ, ആധുനിക ലോകത്തെ പല രാഷ്ട്ര നയതന്ത്രത്തിലും വിവരിക്കുന്നത് പോലെ ആ ശത്രുത വെടിയാൻ, വിഭാഗ്യത വെടിയാൻ, വിദ്വേഷം വെടിയാൻ ആ വിഭാഗം തയ്യാറല്ല. ഇന്ന് അമേരിക്കയുടെയൊക്കെ ഒത്താശയോടെ ഇസ്രായേലുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ട നരഹത്യകളും ധ്വംസനങ്ങളുടെ ഞെട്ടിക്കുന്ന വാർത്തകളുമൊക്കെ അതല്ലേ നമുക്ക് വായിക്കാനും കാണാനും കഴിയുന്നത്. അതേസമയം ഇസ്ലാം വെറുതെ യുദ്ധത്തിന് കോപ്പ് കൂട്ടുന്ന ഒരു മതമല്ലല്ലോ.
മുസ്ലിം സമൂഹത്തിൻ്റെ മാതൃകയും അങ്ങനെ അല്ലല്ലോ. അത് പരമാവധി സ്നേഹത്തിൻ്റെ, സഹിഷ്ണുതയുടെ മാർഗങ്ങൾ ആവിഷ്കരിച്ച് ജനങ്ങൾക്കും സമൂഹത്തിനും ശാന്തിയും സമാധാനവും ഉണ്ടാക്കുക എന്നതാണ്. ഗാന്ധിജി പറഞ്ഞല്ലോ, ലോകത്ത് ഇസ്ലാമിന് പ്രചാരമുണ്ടായത് വാളുകൊണ്ടല്ല, വാളിൻ്റെ വിജയമല്ല, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ സത്യസന്ധതയും മനുഷ്യത്വബോധവും സഹിഷ്ണുതാ മനോഭാവവും ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. എത്രയോ ഉദാഹരണങ്ങളല്ലേ നമുക്ക് അതിനൊക്കെ ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇന്ന് പശ്ചിമേഷ്യയിൽ അറബ് രാജ്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് GCC ഉൾപ്പെടുന്ന മേഖലകളിലുമൊക്കെ നടന്നു വരുന്ന ചില രംഗങ്ങൾ, ഒപ്പം ഇറാൻ്റെ എല്ലാവിധ സജ്ജീകരണയും ശക്തികളെയും തകർക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായി കുഞ്ഞുമക്കൾ ഉൾപ്പെടെ, രാഷ്ട്രമേധാവികൾ ഉൾപ്പെടെയുള്ളവരുടെ തിരോധാനവും വധവും മരണവും നാം ഇവിടെ വളരെ ആശങ്കയോടെയാണ് ഓർക്കുന്നത്. ഏതായാലും ഇതിൽ നമ്മൾ ജഗന്യന്താവായ അള്ളാഹുവിനോട് പ്രാർത്ഥനകൾ തുടർന്നുകൊണ്ടിരിക്കാം. അതാണല്ലോ ബദറിലുമൊക്കെ കണ്ടത്. റമളാൻ 17 ബദർ അനുസ്മരണം നടക്കുമ്പോൾ നമുക്ക് എത്രയോ പാഠങ്ങളാണ് അതിലുള്ളത്. നിലനിൽപ്പിൻ്റെ ആവശ്യത്തിന് യാതൊരു വഴിയുമില്ലാതെയായപ്പോൾ ഏറ്റവും അവസാനമാണല്ലോ ബദറിൽ ശത്രുക്കളുമായി പ്രവാചകൻ മനിയാർക്കും നേരിടേണ്ടി വന്നത്. അവിടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രാർത്ഥന ചരിത്രപ്രസിദ്ധമാണ്. അതെ, പ്രാർത്ഥന അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു നിലനിൽപ്പ്. അല്ലാഹുവേ, നീ എനിക്ക് നൽകിയ ആ സഹായം, ആ വാഗ്ദാനം അത് നൽകണമേ എന്ന് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. അല്ലാഹു സഹായിച്ചു. ന്യൂനപക്ഷമായിരുന്നല്ലോ ബദരീങ്ങൾ, 300 ചെല്ലുവാനും 1000-ലേറെ വരുന്ന ശത്രുക്കൾ. അത് തന്നെ ഇന്നിപ്പോൾ ഒരു കാരണവുമില്ലാതെയാണല്ലോ ഇറാനിലെ ബോംബ് സ്ഫോടനം ഉണ്ടായത്. അതിന് കാരണം പറയുന്നത് എന്താ? അവരാക്രമിക്കുമെന്ന് കരുതി. ഇത് തന്നെയാണ് അന്ന് അബൂജഹലും പറഞ്ഞത്. യഥാർത്ഥത്തിൽ അബൂ സുഫിയാന്റെ നിർദ്ദേശമുണ്ടായിരുന്നു മടങ്ങിപ്പോകാം. എന്നാൽ അബൂജഹൽ പറഞ്ഞു, ഇല്ല, ബദറിലെത്തും, അവിടെ പലതും നടക്കും, ആഘോഷ പ്രകടനങ്ങളൊക്കെ ഉണ്ടാകും. ആ അഹങ്കാരത്തിൽ നിന്നാണ് ഉണ്ടായത്. പക്ഷെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥന കേട്ടു. മുസ്ലിം ന്യൂനപക്ഷമാണ്. വദ്കുറു ഇദ് അൻതും ഖലീൽ മുസ്തദ്അഫൂന ഫിൽ അർദ്. നിങ്ങൾ ന്യൂനപക്ഷമാണ്, ഭൂമിയിൽ വളരെ ദുർബലരായി കഴിഞ്ഞിരുന്നവർ. തഖാഫൂന യതഖത്തഫകുൻ നാസ്, ജനങ്ങൾ പിടികൂടുമെന്നൊക്കെ കരുതി. എന്നാൽ ഫആവാക്കും, അല്ലാഹു അഭയം നൽകി. വഅയ്യദക്കും ബിനസ്രി, പടച്ചവൻ സഹായം നൽകി. വറസഖക്കും മിന തയ്യിബാത്ത്, അല്ലാഹു വിഭവങ്ങൾ നൽകി. ലഅല്ലക്കും തശ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടി. അതെ, പടച്ചതമ്പുരാൻ അവൻ്റെ അടിമകളെ സഹായിക്കും. ബദലത് സഹായിച്ചു. ശത്രു വിഭാഗത്തിൻ്റെ എണ്ണമോ ആയുധബലമോ ഒന്നും അവിടെ പോയില്ല. അപ്പം ആ വിജയത്തിൻ്റെയൊക്കെ കാതലായ ലക്ഷ്യം ഒന്ന് നേതൃത്വം നൽകിയ പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അണികളുടെയും ഒക്കെ ഐക്യവും ഈമാനിക ബോധവും ഹൃദയശുദ്ധിയും ഒക്കെയാണ്. എന്താണ്? അല്ലാഹുവിൻ്റെ ഓർഡർ പ്രകാരം ആണല്ലോ നബി വഹി സന്ദേശത്തിലെല്ലാം ചെയ്യാം. അനുയായികളോട് പറഞ്ഞു, ഇപ്പോൾ ഏറ്റുമുട്ടാൻ നിർദ്ദേശമുണ്ട്, നിങ്ങൾ എന്ത് പറയുന്നു? അനുയായികൾ പറയുന്നുണ്ടല്ലോ, പ്രവാചകരെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനതയും ഫിർഔനുമായി ഏറ്റുമുട്ടാൻ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താ? നീയും നിന്റെ റബ്ബും കൂടി പോവുക. ഫഖാത്തില ഇന്നാ ഹാഹുനാ ഖാഇദൂൻ, ഞങ്ങൾക്കിപ്പോൾ നേരമില്ല, ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. ഈ ഒരു ധിക്കാര മനോഭാവം പ്രവാചകരെ ഞങ്ങളിന്ന് ഒരിക്കലും ഉണ്ടാവില്ല. അങ്ങയുടെ നേതൃത്വം അംഗീകരിച്ച് ഞങ്ങൾ വരാം, ഞങ്ങൾ സന്നദ്ധരാണ് ആണ് ആ മറുപടി അല്ലേ? അവർക്ക് അള്ളാഹുവിൻ്റെ നിർദ്ദേശമാണ് വലുത്, പ്രവാചകന്റെ നേതൃത്വമാണ് വലുത്. ആ രീതിയിൽ എന്തിനും ആ ഒരു ഐക്യബോധവും ത്യാഗ മനോഭാവവും നേതൃത്വം അംഗീകരിക്കാനുള്ള അവരുടെ വിശാല വീക്ഷണവും ഇതെല്ലാം ബദറിലെ സഹായത്തിന് കാരണമായി.
ഹിജറ 2-ാം വർഷത്തിൽ വിശുദ്ധ റമളാൻ 17 നടന്ന ഈ ബദർ, അത് യഥാർത്ഥത്തിൽ ഈമാനിൻ്റെയും ഐക്യബോധത്തിൻ്റെയും പ്രവാചക നേതൃത്വം അംഗീകരിക്കുന്നതിനെയും ഒരു മുസ്ലിം ഉമ്മത്ത് ഏത് രീതിയിൽ ജീവിക്കണം എന്ന് പഠിപ്പിക്കുകയുമാണ്. എവിടെയും നീതിയും എവിടെയും സത്യം. നീ യുദ്ധമുഖത്താണെങ്കിലും നീതിക്ക് മാറ്റമില്ലല്ലോ, സത്യത്തിന് മാറ്റമില്ലല്ലോ. ചരിത്രത്തിൽ വായിച്ചില്ലേ, അണികളെ സജ്ജീകരിക്കുമ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സവാദറുല്ലാഹുവിൻ്റെ അല്പം തെറ്റുന്ന കേട്ട നബിതങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു വടി കൊണ്ട് ശരീരത്തിൽ ഒന്ന് സ്പർശിച്ചുകൊണ്ട് സവാദയെ നേരെ നിൽക്കും. അങ്ങനെ സവാദ് റളിയല്ലാഹു അൻഹു പ്രവാചകരോട് പറയുന്നുണ്ട്, പ്രവാചകരെ, അങ്ങയുടെ വടി തെറ്റി, എനിക്കതിന് പ്രതികാരം വീട്ടണം. നബിതങ്ങൾ, ഞാൻ വലിയ നേതാവാണ്, പ്രവാചകന് അഹങ്കാരമല്ല, പ്രതികരിച്ചോ പറഞ്ഞു. സവാദ് റളിയല്ലാഹു പ്രതികരിക്കാൻ വേണ്ടി ആയിരുന്നില്ല, അതൊരു തന്ത്രമായിരുന്നു. നബിതങ്ങൾ നിന്നുകൊടുത്തപ്പോൾ ആ പുണ്യ ഭൂമേനിയിൽ ശരീരത്തിൽ സവാദ് റളിയല്ലാഹു ചുംബനമർപ്പിക്കുകയാണ്. എന്തേ കാരണം? അതെ, ആ ശരീരം തൊട്ടാൽ അത് രക്ഷയുടെ മാർഗമാണ്, നാളെയുടെ രക്ഷയ്ക്ക് കാരണമാകും. അപ്പോൾ അവിടെയും പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വിഷ്ണുതയും സ്നേഹവും മറ്റുള്ളവർ അംഗീകരിക്കാനും, എന്ന് മാത്രമല്ല സ്വഹാബത്തിനോടൊക്കെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം മുശാവറ, ആലോചനകൾ നടത്തിയതുമൊക്കെ ചരിത്രത്തിൽ നാം വായിക്കുക. ഹുബാബ് റളിയല്ലാഹു അൻഹു, സഅദ് റളിയല്ലാഹു അൻഹു ഒക്കെ യുദ്ധമുഖത്ത് സ്വീകരിക്കേണ്ട ചില മാർഗങ്ങളൊക്കെ പറഞ്ഞപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് അംഗീകരിച്ചതും ചരിത്ര വായനയിലൂടെ നമുക്ക് ബോധ്യമാകും. ഏതായാലും വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലഖദ് നസറക്കുമുല്ലാഹു ബിബദർ വഅൻതും അദില്ല, നിങ്ങളെ അല്ലാഹു ബദർ സഹായിച്ചു, വഅൻതും അദില്ല, വളരെ ന്യൂനപക്ഷമായി. എണ്ണത്തിന്റെ ബലമല്ല, ആയുധത്തിന്റെ ശേഷിയല്ല, സമ്പത്തിന്റെ വിനിയോഗമല്ല, ന്യൂനപക്ഷങ്ങളായിരുന്നിട്ടും അവരുടെ ആ മനോഭാവത്തിന്റെ മേന്മയും മികവും ശുദ്ധിയുമാണ് അതിൻ്റെ കാരണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, പശ്ചിമേഷ്യയിലും ലോകത്തിന് പല ഭാഗത്തുമൊക്കെ അശാന്തിയും അസമാധാനവും പടരുമ്പോൾ നാം ഇപ്പോൾ റമദാൻ മധ്യത്തിലാണ്, മഗ്ഫിറത്തിൻ്റെ നാളുകൾ. അതെ, ഈ വിശിഷ്ട സമയങ്ങളിൽ കൂടുതൽ ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിച്ച് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി മലായിക്കത്തിനെ കൊണ്ട് ബദറിൽ വിശ്വാസികൾ അല്ലാഹു